ഗുഡ് ഈവനിങ്. ഭീമ ജുവല്ലേഴ്സ് ഓ മൈ ഗോഡ് പവർഡ് ബൈ കാമിലാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയ ഒരു ട്വിസ്റ്റിന് വേണ്ടി ഇന്ന് നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് ഗോൾഡ് സൂക്കിനടുത്ത് അത്ര വിശാലമായ സ്ഥലമല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, ലക്ഷ്മിക്ക് ഒരു കസിനുണ്ട്. കസിൻ്റെ പേര് ജിതിൻ എന്നാണ്. ജിതിൻ്റെ കയ്യിൽ ഒരു സമ്മാനം കൊടുത്തയക്കുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ, വിഷമിക്കരുത് കേട്ടോ, സുന്ദരനും സുമുഖനും സർവ്വഗുണ സമ്പന്നനുമാണെന്ന് പൊതുവെ സ്വയം അഹങ്കരിക്കുന്ന ഉണ്ണിയോട് വളരെയധികം പ്രണയമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കവിതാക്കളാണ്. ഓക്കെ, എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗിഫ്റ്റായിട്ട് വരുന്നത്. ഒരു ലവറാണ് ഉണ്ണി. അപ്പോൾ ജിതിൻ ഇപ്പോൾ വരും ഇവിടെ ഗിഫ്റ്റ് കൊണ്ടുതരാനായിട്ട്. പക്ഷേ നമ്മൾ ജിതിനോട് പറയാൻ പോകുന്നത്, ഉണ്ണി പറയാൻ പോകുന്നത്, ജിതിനാണ് ലക്ഷ്മിയുമായി ഇങ്ങനെ ഒരു അഫെയർ ഉള്ളത്, അങ്ങനെ ഒരു സംശയമുണ്ട്, ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും. അതെ, അവന് രോഗിയാണ്, രോഗമാണ് നാച്ചുറൽ ആയിട്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ വരും ജിതിനൊരു ഗിഫ്റ്റ് ആയിട്ട് ഇപ്പോൾ വരും. അത് ലക്ഷ്മി കൊടുത്തയക്കുന്ന ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കും ജിതിനോട്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ, സംശയങ്ങളൊക്കെ തുറന്ന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസം കൂടിയാണിത്. പിന്നെ ജിതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, കസിന് മാത്രമേ അറിയത്തുള്ളൂ. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. തുടങ്ങാം നമുക്ക്. ലക്ഷ്മി, ലെറ്റ്സ് സ്റ്റാർട്ട്. ഉണ്ണി പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് വിനിലേട്ടൻ എന്നാ പറയുന്നത്. ഞങ്ങൾ പുള്ളിക്ക് ഇവിടെ ഫസ്റ്റ് ഒന്ന് വാങ്ങിക്കാനായിട്ട് എന്തോ കമ്പനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എക്സ്പോർട്ടിങ് കമ്പനി. എന്താ ഇപ്പോൾ വർക്കിലായിരുന്നു അതോ? എനിക്ക് നൈറ്റാണ്. മൂവി കാണാൻ പോരാ? ഞാൻ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് കറക്കത്തിലായിരുന്നു, ഇങ്ങനെ ഇറങ്ങാം. പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്താ ട്രീറ്റ്? ഓ, ബർത്ത്ഡേ ആയിട്ട് എന്താ ട്രീറ്റ് വേണം? പിന്നെ എന്തു പറഞ്ഞു വിളിച്ചിട്ട് ഇങ്ങനെ ജിതിൻ വരും, ജിതിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഗിഫ്റ്റ് കൊടുത്ത് വിടാനാണോന്ന് ചോദിച്ചു. എന്നാൽ അല്ല, ഗിഫ്റ്റ് അല്ല, ജിതിനെ കാണിക്കുന്നതാണ് എൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഗിഫ്റ്റ് ഓർമ്മ തന്നിട്ടുണ്ട്, എന്താ എനിക്ക് അറിഞ്ഞൂടാ. മഞ്ചൊക്കെ ഉണ്ടല്ലോ. ഞാൻ കഴിക്കില്ല മഞ്ച്. അതെന്താ ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ടായിട്ടല്ല, മഞ്ച് ഞാൻ കഴിക്കാറില്ല. പൊട്ടിക്കണോ അതോ വീട്ടിൽ കൊണ്ട് എന്നോട് ചോദിച്ചാലോ? 5 വർഷമായിട്ടുള്ള പ്രണയമാണ്. ഇന്നലെ ജിതിനെ വിളിച്ചെന്ന് പറയുന്നത് കേട്ട്. 10 മണി തൊട്ട് ഞാൻ വിളിച്ച്, 10 മണി തൊട്ട് ഒരു 11 മണി വരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ജിതിനിലായിരുന്നു കോളിൽ, ജിതിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നയാ എന്നൊക്കെ പറഞ്ഞു. ജിതിനുമായിട്ട് എങ്ങനെ പരിചയം? ചെറുപ്പം തൊട്ട് അറിയണ, ഞങ്ങൾ ഒരേ ചർച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വേറെ ചർച്ചിലാണ്. അങ്ങനെയുള്ള പരിചയം. അങ്ങനെയുള്ള കൊച്ചിലോട്ട് ഒരുമിച്ച് പഠിക്കുകയാണ്? അല്ലല്ലോ. ഇല്ല, ഞാൻ അനിയനാണ്. അനിയനാ? ഓക്കെ. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അനിയെന്നാ പറഞ്ഞത്. ഇല്ല, ഞാൻ മഞ്ച് കഴിക്കില്ല, അതുകൊണ്ടാണ്. എടാ, നിന്റെ ഇത് നിനക്ക് നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലേ. നീ കഴി. ഇന്നലെ എന്താ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന 10 മണിയോട് കാണുന്ന? ഇന്നലെ ഞാൻ പിന്നെ ഓരോന്നിങ്ങനെ കുത്തി ഞാൻ ചോദിക്കും. എന്താ പറഞ്ഞ എന്നെ കുറിച്ച്? ഞാൻ കൂടുതൽ ഡീറ്റെയിലായിട്ട് ഞാൻ തിരക്കൊന്നുമില്ല. മൊത്തം ചെളി. കണ്ടു വർത്തമാനം നിനക്ക് എങ്ങനെ ആളെ മനസ്സിലാവണം നോക്കുന്നു പറഞ്ഞു. എന്നെ കുറിച്ച് എപ്പോഴും ജിതിനെ കുറിച്ച് പറയുള്ളൂ, എൻ്റെ അനിയനെ പോലെ. ഞാൻ പറയും എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ അനിയനെ പോലാന്ന് പറയുന്നത്? അതെനിക്ക് അറിയാം, നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്ന് വിളിക്കുമ്പോഴും പറയും. മെനഞ്ഞാന്ന് വിളിച്ചപ്പോഴും എന്തെങ്കിലും ഒന്ന് രാത്രി ഒരു 7 മണിക്ക് വിളിച്ച്, 9 മണി വരെ ബിസി. ഞാൻ വെച്ചാൽ ആരുടെ വിളിക്കുന്നത് നീ ഇത്ര കിടന്ന്? അത് എൻ്റെ അനിയനെ വിളിക്കുന്നതിന് എന്തുവാ? ഞാൻ പറഞ്ഞു നിൻ്റെ അനിയൻ ജിതിനാണോ? ജിതിൻ. ഞാൻ വിചാരിച്ചു ജിതിൻ വല്ല കാമുക. എനിക്കൊരു സംശയം. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. എന്നും എൻ്റെ അടുത്ത് അങ്ങ് വഴക്കാം. പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴും ശരി, എന്നും ജിതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ജിതിന് ജോലിയായല്ലേ? ജിതിനെ ഒരുമിച്ചല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഞാൻ അക്കൗണ്ട്സിലാണ്. ഞാൻ കയറിയിട്ട് 6 മാസം ആവുന്നുള്ളൂ. നേരെ ഒരേ ജോബ്, ഒരേ സ്ഥലം. അതിൻ്റെ ചേച്ചിയാണ് ബ്രോ. എന്നാലും ഇത്രയൊക്കെ സംസാരിക്കാൻ കാണും.
അല്ല അവൻ സംസാരിക്കുന്നത് ജിതിൻ സംസാരിക്കുന്നതാണ് നിനക്കെന്താണ് അല്ലേ? അല്ല എന്തോ ജിതിനെ സംസാരിക്കുന്നെന്തോ. യവനെന്തൊക്കെ ഇങ്ങനെ പറയും ചെറിയ അല്ലടാ എൻ്റെ അടുത്ത് 1 മണി വരെയൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പം എന്നോട് വിളിക്കത്തോലുമില്ല. ഞാൻ അതാ നിൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് വലിയ പ്രതീക്ഷ. സത്യം പറഞ്ഞാൽ അഫെയറിനോട് താല്പര്യമില്ലായിരുന്നു ചേച്ചിക്ക്. അപ്പം അഫെയറിലാവുമെന്ന് പേടിച്ചിട്ടില്ലേ? അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ. ഹലോ, ജിതിനാണോ? ജിതിനാണോ? ഞാൻ ലക്ഷ്മിയുടെ കസിനാ. ലക്ഷ്മി അറിയില്ലേ? എന്താ ഇതിന്റെ മോളിൽ കയറി നിൽക്കണേ? ചുമ്മായോ? ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ഫോട്ടോസിലാണ്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുക. എൻ്റെ പേര് റെമി. ഞാനിങ്ങനെ പെട്ടെന്നേ ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഗോൾഡ് സൂക്കിലായിരുന്നു ഇത്ര നേരം. അപ്പം അങ്ങനെ. വേറെന്താ വിശേഷം? ഞാൻ ലക്ഷ്മിയെ വിളിച്ച് പറയാൻ നിന്നെ കണ്ടു എന്ന്. അവൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. ചോക്ലേറ്റ് വേണം. ഫ്രണ്ട്സാണ്. എൻ്റെ ഫ്രണ്ടല്ല, ലക്ഷ്മിയുടെ ഫ്രണ്ടാ. ലക്ഷ്മിയുടെ ഫ്രണ്ടോ? ഉണ്ണി ചേർത്തല്ലേ ഒരുമിച്ച് എസ് എൻ കോളേജ്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാം. പറഞ്ഞിട്ടില്ലേ അടുത്ത ഫ്രണ്ടായിട്ട്? ഞാൻ ആക്ച്വലി ജിതിനെ കണ്ടപ്പോഴേ ഞങ്ങള് ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയാൻ പോലും പാടില്ലായിരുന്നു. അറിയില്ല. എല്ലായിടത്തും ജിതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ലക്ഷ്മി പറഞ്ഞിട്ടില്ലേ? ഇല്ല. അയ്യോ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നത്. അവളിനിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ എന്നോട് വരുന്നത്. നമ്മളെന്താ പ്ലാൻ? ലക്ഷ്മിയാണോ വിളിക്കുന്നത്? അവള് വീട്ടിലാ. അച്ഛന് ചെറുതായിട്ടൊരു ചെറിയൊരു ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്താ പറ്റി പറ. അല്ല ഞാൻ ഒന്നും പറയാനില്ല, എല്ലാം അറിയും. അല്ല എല്ലായിടത്തും ജിതിനെ കുറിച്ച്, എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരാരാ? ഞാൻ ലക്ഷ്മിയുടെ ഫ്രണ്ടാ. ലക്ഷ്മിയുടെ ലവറാണ്. ലവറോ? എന്നോട് പറഞ്ഞത് വേറെ ഒരാളാണെന്ന്. പേര് പറയണ്ടല്ലോ. പേര് ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ അവിടെ വീട്ടിലുണ്ട് ഇപ്പോ. അത് ജിതിൻ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞേന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങൾ തമ്മിൽ ഇഷ്യൂ? ഞാനും ലക്ഷ്മിയും തമ്മിൽ 5 വർഷമായിട്ട് പ്രണയം. 5 വർഷമായിട്ടോ? ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. 5 വർഷമായിട്ടോ? ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ പറയാം. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളി ഇതിനെ സത്യം പറയുന്നത് പുള്ളിയായിട്ട് 5 വർഷമായിട്ട്. എന്നെ എന്തിനാ പൊട്ടം കളിപ്പിക്കുന്നത്? അല്ല എനിക്ക് മനസ്സിലാകാത്തത്, ഞാൻ ജസ്റ്റ് ഇതിലേ പാസ് ചെയ്തപ്പോൾ എനിക്ക് ജിതിനെ കണ്ട് നല്ല പരിചയമുണ്ട്. എന്നെ ഉണ്ടല്ലോ ഈ രാവിലെ വിളിച്ചിട്ട് ഉണ്ണിനെ മീറ്റ് ചെയ്യണം. എന്നെ രാവിലെ വിളിച്ചതാണ്. എന്നിട്ട് രാവിലെ മീറ്റ് ചെയ്യാൻ എല്ലാം 3 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഞാൻ 2-ാം വന്നതാണ്. ലക്ഷ്മി പറഞ്ഞിട്ടാണോ? ലക്ഷ്മി പറഞ്ഞിട്ടാണോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ കേസ് എന്നാ ഞാൻ ചോദിക്കണേ. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളടുത്ത് പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്ക് ഒരാൾ ഇഷ്ടമുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് ജിതിനാണെന്നാണ്. ഭാഗ്യവാനാണ്. ഭാഗ്യമൊന്നും ഇല്ലടാ, ഇപ്പൊ എല്ലാം നിർഭാഗ്യമാണ്. ലക്ഷ്മി കൊടുത്താച്ച ഗിഫ്റ്റ് ആണോ ഇത്? അല്ല ഞാൻ പറയുന്നത്, അപ്പൊ ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണേ? എല്ലാവരും പറയാല്ല. നീ അങ്ങോട്ട്. എന്തേ ഇവനാ കുത്തിന് അത്ര വിശ്വാസം കുറവാണ്. ചെറിയ ഡൗട്ട് ഉണ്ടോ? ആർക്ക്? ഇവനായിട്ട് 5 വർഷമായിട്ട്. എന്നാ പിന്നെ അവള് അതിൽ നിന്ന് രക്ഷപ്പെടല്ലേ നല്ലത്. എന്താ പ്രശ്നം? അല്ല ഇയാള് എന്തിനെങ്ങനെ ഡൗട്ട് എന്ന് പറയണേ എനിക്ക് മനസ്സിലായില്ല. അവർക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. മുമ്പൊക്കെ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. ജിതിനെ സത്യം പറയുന്നു. ഞാൻ ഇത് എന്താ സംഭവം എനിക്ക് അറിയാൻ പാടില്ല. സത്യം ഞാനാരെ ജിതിനെ ഇന്നലെ പിന്നെ എന്തിനാ ജിതിനെ? ഞാൻ ഒരു കാര്യം ചോട്ടെ, 10 മണി തൊട്ട് 11 മണി വരെ ജിതിൻ വിളിച്ച്, മെനഞ്ഞാന്ന് 7 മണി തൊട്ട് 11 മണി വരെ ജിതിൻ വിളിച്ച്. ഇപ്പൊ ശരിക്കും ഞാനല്ല വിളിക്കണത്. അത് പിന്നെ ജിതിൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിളിച്ചെന്ന്. ലക്ഷ്മി എന്നോട് സംസാരിക്കാറുണ്ട്. ലക്ഷ്മിയാണ് ഇന്നലെ 10 മണി തൊട്ട് 11 മണി വരെ ലക്ഷ്മിയാണോ വിളിച്ചത്? ആരെ? എന്നെയോ? എന്നെ ഇന്നലെ അത്ര നേരം വിളിച്ചിട്ടില്ല. ജസ്റ്റ് ജിതിന്റെ കാര്യം എല്ലാരെയും വിളിക്കാൻ സമയമുണ്ട് ജിതിനെ, എന്നെ മാത്രം വിളിക്കാൻ സമയമില്ല. നിന്നെ വിളിക്കുന്നില്ല. നിന്നെ ഞങ്ങളുടെ എനിക്ക് മനസ്സിലായിട്ടില്ല ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു ലവർ ഉള്ളത്. ജിതിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ
എല്ലായിടത്തും സൂപ്പർ പണിയായിരുന്നു. എല്ലായിടത്തും ജിതിനെ കുറിച്ച് കുറേ നേരം നമ്മൾ കണ്ടു. ജിതിനെ കുറിച്ച് ഞങ്ങള് എന്നും ഉടക്കാ ജിതിന്റെ പേരും പറഞ്ഞു. ജിതിന്റെ പേര് പറഞ്ഞിട്ട് എന്തിനാ നടക്കുന്നത്? ജിതിന് ലക്ഷ്മിയാണ് വിളിക്കുന്നത്. മറ്റേ ലക്ഷ്മി എന്ന് പറയുന്ന കൊച്ചിനെ വിളിക്കാനൊക്കെ പോയേക്കാണ്. ലക്ഷ്മി സംസാരിച്ചിട്ട് ഇപ്പോൾ വരുന്ന ആശ. ലക്ഷ്മിയാണോ? ലക്ഷ്മിയാണോ? എൻ്റെ പേര് റെമി, കസിനാണ്. ഒരു റിമി വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ചേച്ചിയുടെ കസിനാണ്. ഞാൻ പറയാം. സോറി, ഞാൻ പറയാടോ. അല്ല ഫോൺ തന്നോ, ഞാൻ പറയാം. ഞാൻ എന്താ പറയുന്നേടാ? ഹലോ ലക്ഷ്മി, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഇന്നലെ ലക്ഷ്മി 10 മണി തൊട്ട് 11 മണി വരെ ജിതിനെ വിളിച്ചെന്നല്ലേ പറഞ്ഞു. ഇപ്പം ജിതിൻ പറയുന്നല്ലോ ജിതിനെ വിളിച്ചിട്ടില്ലെന്ന് ലക്ഷ്മി. എന്തിനാ ലക്ഷ്മി എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ ഒരുപാട് ഇത് അറിയില്ല കേട്ടോ, എനിക്ക് ഈ മാറ്റർ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഗിഫ്റ്റ് തരാൻ മാത്രം ഞാനും പ്രണയിക്കാവനും അല്ലേ? ശരി, ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, ആ ലക്ഷ്മി, ഞാൻ റെമിയാണ്. ബ്രോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്തിനാന്ന് അറിയോ? തന്നെ ഇഷ്ടമെന്ന് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടാണ് ഇങ്ങോട്ട്. അല്ലടാ, സീരിയസ്ലി എന്നാ എനിക്കുള്ള ഗിഫ്റ്റ് അല്ലടാ, നിനക്കുള്ള ഗിഫ്റ്റാ. ഞാൻ മറന്നോളാന്ന് പറഞ്ഞു. എന്ത് പറ്റിയടാ? എന്താണ് സ്നേഹിക്കുന്നതൊക്കെ വെറുതെ ആണ്. ഈ സീൻ എനിക്ക് അറിഞ്ഞൂടെ ബ്രോ. സീന? എന്ത് സിനിമ? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിന് ഇഷ്ടമെന്ന് പറയണേ, ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതിനെ എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. എന്താണ് വിഷയം? ഇപ്പൊ എന്ത് വിഷയം എനിക്ക് അറിയാൻ പാടില്ല. ഈ നടക്കുന്ന സീൻ എന്താ എനിക്ക് അറിയാൻ പാടില്ല. ഇതെന്താണ് സംഭവം? ഇതിനെ നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ എന്തിനാണ് എന്നും വിളിക്കുന്നത്? 1 മണിക്കൂർ 2 മണിക്കൂർ എന്നെ അല്ല വിളിക്കണത്. ഞാൻ എന്തിനാണെന്ന് വേറെ ലൈൻ ഉണ്ടോ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേക്കണത് എനിക്ക് അറിയാൻ പാടില്ല ബ്രോയോട്. അപ്പൊ ഞാനത് എന്താ സംഭവം എന്ന് അറിയാത്തോണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നാണ് അന്നേരം. ആ ഓക്കെ ശരി, എന്നാ ഞാൻ ജിതിന്റെ കൊടുക്കട്ടെ. ഞാൻ വിളിച്ച സിനിമയ്ക്ക് കാണോട്ടോ. എന്തേ? നൈസ് ടു മീറ്റ് യു. ഹൈ, നൈസ് മീറ്റിംഗ്. പിന്നെ ഹലോ, സിനിമ കാണാൻ പോവാൻ ചെയ്ത്. ആ ശരി, എന്നാ ഞാൻ വെക്കുവാണേ. ഐസ്ക്രീം കുടിക്കാൻ പോവാൻ. ബൈ ലക്ഷ്മി, ചേച്ചി ഞാൻ വൈകിട്ട് വന്നിട്ട് കാണാം. റിപ്പോർട്ടിൽ എത്ര മിനിറ്റ് ഉണ്ടാവും? ഹലോ, ഞാൻ ജിതിന്റെ കൂടെ വന്നാ മതിയോ? ഞാൻ സത്യം പറഞ്ഞ 5 വർഷം എന്തിനാ ജിതിനെ സ്നേഹിച്ചത്? ഹലോ, ഉള്ള ഡിഗ്രിയും ഇല്ല. വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അവൾ ആക്ച്വലി എന്താ പറഞ്ഞേ? ലക്ഷ്മി എന്താ തന്നോട് പറഞ്ഞേ? ലക്ഷ്മി എന്നോട് പറഞ്ഞത് ജിതിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അവൾ തൃപ്പൂണിത്തുറന്ന് വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക്, ഇപ്പൊ ഇവിടേക്ക് വരുന്നില്ല പറഞ്ഞു. ഇവിടേക്ക് വരുന്നു പറഞ്ഞോ? ജിതിനോട് പറഞ്ഞു. ജിതിന്റെ ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നാ തൃപ്പൂണിത്തുറയ്ക്ക് പോവാ, എനിക്ക് അവളൊന്ന് കണ്ടിട്ട് ചെറിയൊരു ഷോപ്പിംഗ്. എന്താണ് എനിക്ക് സംഭവം ഒന്നും മനസ്സിലാവും. ഞാൻ ലക്ഷ്മിയുടെ കസിനാണ്, എന്റെ പേര് റെമി, ഇത് ജിതിനാണ്. അത് മനസ്സിലായോ? എനിക്ക് ഇയാളെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരു ലവർ ഉണ്ടെന്ന് പറഞ്ഞു. ഐ തോട്ട് അത് ജിതിനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാനും അങ്ങനെ വിചാരിച്ചേ. ഇപ്പോഴല്ല, മൊബൈൽ അവർ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് ഇയാളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇതിലേ പോകും. പാവക്കുട്ടിയാണോ അവൻ്റെ അടുത്ത് എടുത്തോളാൻ പറയാം? അല്ലടാ, എന്നെ ഒന്നുമാതിരി പൊട്ടം കളിപ്പിക്കുന്ന എന്തിനാ? സത്യത്തിൽ പൊട്ടനാണ് ഞാനാണ്. സത്യത്തിൽ ഇയാൾക്ക് ഇഷ്ടമാണോ? ഇവിടെ എന്റെ ചേച്ചിയാണത്. എന്താ ഗിഫ്റ്റ് വാങ്ങിക്കാത്തെ? ഉള്ള കാര്യം ഞാൻ പറയാം. ശരിക്കും ലക്ഷ്മിയെ എത്ര വർഷമായിട്ട് അറിയാം? ഞാൻ 5 വർഷമായിട്ട് പ്രണയത്തിൽ. ഇത് കറക്റ്റാ പറയുകയാണെങ്കിൽ നിന്നെ സൂപ്പറായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമുക്ക് ഈ പറയുന്നതിൽ എനിക്ക് നല്ലോണം മനസ്സിലായി. എവനെ കണ്ടാലേ അറിയാം ആളെ ശരിയൊന്നുമല്ല. ജിതിൻ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ജിതിനെ? ഞാനും ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു ബിഹേവിയർ അല്ല, എനിക്കതറിയാം. തുറന്നു പറയുന്നത് പുള്ളി ഒരു പമ്മലൊക്കെ അല്ല. ജിതിനുമായിട്ട് എന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ ജിതിന് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് ജിതിനെ വിളിച്ചിരുന്നു. ജിതിനെ തൃപ്പൂണിത്തുറയിലാക്കി തരും. അവിടെ ഉണ്ട് ലക്ഷ്മി. തിരക്കുണ്ടോ പോവാൻ? എനിക്ക് ജിതിനുമായിട്ട് സംസാരിക്കണം. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാം. ജിതിനെ ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇപ്പൊ എനിക്ക് പരിപാടിയൊന്നും ഇല്ല. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാം. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ലക്ഷ്മിനെ മീറ്റ് ചെയ്തിട്ട് നിനക്ക് സത്യാവസ്ഥ എന്തെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അവളെ നമ്പർ ഒന്ന് തരാൻ പറ്റും? ഞാൻ ഒന്ന് വളച്ചു നോക്കട്ടെ. ഇയാൾ എന്തൊക്കെയാ പറയണേ? വട്ടാണോ? അപ്പൊ നിനക്ക് സത്യാവസ്ഥ അറിയാം. ഞാൻ ഇറങ്ങുകയാണേ. ബൈ. വെയിറ്റ്, എങ്ങോട്ട് പോണെന്ന് പറഞ്ഞ? തൃപ്പൂണിത്തുറയ്ക്ക്. കുഴപ്പമില്ലാത്ത ഐഡിയ. ബിനിലേ, അപ്പൊ നിനക്ക് സത്യാവസ്ഥ മനസ്സിലാവും.
ജിതിൻ നമുക്ക് പോവാം. ഇതെന്തോ വേറെ തെറ്റായി പോയെന്നും പറഞ്ഞ് നീ എന്നെ ഹറാസ് ചെയ്യല്ല, ഇതേ നടക്കുള്ളൂ. ഞാൻ എന്താ ലക്ഷ്മിനെ മീറ്റ് ചെയ്യാൻ വന്നണ്ടാ 2 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ഞാൻ വളച്ച് കൈ 2 ലക്ഷം രൂപ ഇങ്ങനത്തെ ക്യാരക്ടറാണ്. ഹലോ, താൻ എന്താ സംസാരിക്കണേന്ന് വല്ല ബോധം എന്റെ കൂട്ടുകാരനെ എനിക്ക് രക്ഷിക്കണ്ടേ എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക? അല്ലാതെ യവനുമായിട്ട് ലൈനാവുന്നതിനെക്കാട്ടി അപ്പൊ അവന് ബോധ്യപ്പെടുത്തണ്ടേ? ഇല്ല. ജിതി നമുക്ക് പോവാം. ജിതിനെ. ലെറ്റ്സ് ഗോ. ഇതിനെ ഉള്ള പറ ജിതിനെ. സത്യം എന്നെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കാതെ ജിതിനെ ഉള്ള പറ. നിങ്ങളൊരു മിനിറ്റ് ഉള്ള പറ ജിതിനെ. ജിതിനെ ഞാൻ പോയിക്കോട്ടെ, നീ വിടൂ എന്നെ അവിടെ. നമുക്ക് വേണമെങ്കിൽ സത്യം പറയാ ചേച്ചി, നിങ്ങൾ വന്നോണ്ടിട്ട് സത്യാവസ്ഥ മനസ്സിലായി. എന്റെ സത്യം ഇതിപ്പോ ആ കൊച്ചു അങ്ങനത്തെ ക്യാരക്ടറാണെന്ന് മനസ്സിലായി. ഈ പുള്ളിക്കാരനായിട്ട് ചേച്ചിക്ക് ഇഷ്ടമൊന്നും പറയാൻ ഈ ഗിഫ്റ്റ് തരാൻ വീട്ടിൽ ആക്ച്വലി ലക്ഷ്മിക്ക് ഇപ്പൊ ഒരു കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ഇപ്പൊ ഒരു കല്യാണാലോചനയൊക്കെ വീട്ടിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. ആ, അച്ഛൻ മനസ്സിലാക്കിയിരിക്കുന്നതും അത് ജിതിൻ തന്നെയാണെന്നുള്ള രീതിയിലാണ്. എടാ ഇതിൽ കൂടുതൽ എന്തൊരു വേണം പറയാ എനിക്ക്. പക്ഷെ എനിക്ക് ഇയാൾ എമ്മിനെ പൊട്ടം കളിച്ചത് നമ്മളെ മുമ്പിൽ വന്നിട്ട്. ജിതിൻ 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 പിന്നെ അല്ലാതെ നീയായിട്ട് കല്യാണം ആലോചിച്ച പെണ്ണിനെ പിന്നെ ഇച്ചിരി മുന്നിൽ നിനക്ക് എങ്ങനെ തോന്നില്ല ഇവനെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ? അത് കൊള്ളാം. ഇതിനെ നിനക്ക് കല്യാണം ആലോചിച്ച പെണ്ണിനെ ഇവന് ഗിഫ്റ്റ് ആയിട്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊ പറയുന്ന നീയായിട്ട് എന്റെ ചേച്ചിയാണ് ഞാൻ. നീയായിട്ട് വീട്ടിൽ കല്യാണം ആലോചിച്ചെന്ന് പറഞ്ഞതോ? ഈ സീൻ എന്താ എനിക്ക് അറിയാൻ പാടില്ല. ഈ സിനിമയിലെ ക്ലൈമാക്സ് ഇതിനെ ഇവിടെ പാവപ്പെട്ട ഒരുത്തന്റെ തലയിൽ എന്തിനാ കെട്ടി വെക്കുന്നത്? എന്തായാലും നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് കെട്ടിയാ പോരാടാ. ഒന്നിക്ക് നിങ്ങൾ ആരോ വിളിച്ചു തന്നെ ഞാൻ തല്ലും. നീ എന്നെ തല്ലും. കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. നമ്മള് ലക്ഷ്മിയെ കണ്ടിട്ടുമില്ല, എനിക്ക് അറിയും കൂടാ. ഇത് ഇത്രയും നേരം പറഞ്ഞ കഥയിലെ നായിക നമ്മുടെ ലക്ഷ്മിയുടെ കസിനാണ് ജിതിൻ. ജിതിൻ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ജിതിന്, പക്ഷെ നമ്മൾ തട്ടി കുടഞ്ഞ് പൊടിയൊക്കെ തട്ടി നമ്മൾ വളരെ ഫ്രഷ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും വളരെ പാവമാണ്. എന്നാലും ഇങ്ങനെയുള്ള പാവം പിടിച്ച ആളുകൾ ചൂടാവുമ്പോൾ കാണുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല. അതെ, തല്ലൂന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഈ ഗിഫ്റ്റ് കൊടുത്ത് വന്നാ മതി എന്ന് പറഞ്ഞപ്പോ എന്താ ശരിക്കും തോന്നിയത്? ഇല്ല, ഇപ്പൊ ഈ നടന്ന സീനൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു. ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു ലവർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശരിക്കും വിശ്വസിച്ചോ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഞാൻ കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞ് തെറ്റിക്കില്ലേ? പോയി വിശ്വസിച്ചു. വിശ്വസിച്ചു. ഇയാളെ കണ്ടപ്പോ ബോധ്യപ്പെട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് തോന്നിയായിരുന്നു. പക്ഷെ ഇയാള് ഭയങ്കര ഉടായ്പാണ്. വേറൊരു നഗ്നമായ സത്യം ഇതിനകത്തുള്ളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ലക്ഷ്മിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ അല്ലേ? അപ്പം നമ്മുടെ ജിതിന് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുവാണ്. ഭീമ ജുവല്ലേഴ്സ് ഓ മൈ ഗോഡ് പവർഡ് ബൈ കാമിലാരിയുടെ ഒരു സ്പെഷ്യൽ സമ്മാനം ഞങ്ങൾ ജിതിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ലക്ഷ്മിയുടെ ഫാമിലിക്കും ലക്ഷ്മിയുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ വക ഒരു ആശംസ പറയാണ്. താങ്ക് യു സോ മച്ച്. വെൽ, ഓ മൈ ഗോഡിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ തൽക്കാലം ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഭീമ ജുവല്ലേഴ്സ് ഓ മൈ ഗോഡ് പവർഡ് ബൈ കാമിലാരിയുടെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ ജിതിൻ. Oh my God!